നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇതാണ് കളി, ഇതൊക്കെയാണ് കളി. 4-0 സ്പെയിൻ മുന്നിൽ നിന്ന കളി. അസാമാന്യ ആ, പോരാട്ട വീര്യത്തോടു കൂടി ഫ്രാൻസ് തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നു. ഒടുവിൽ ആ കളിയുടെ റിസൾട്ട് നോക്കണം. 5-4 9 ഗോളുകളാണ് പെയ്തിറങ്ങിയത്. സ്പെയിൻ വിജയിച്ചു. യുവേഫ നേഷൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് കടന്നുപോയി. 22 മിനിറ്റിൽ ലീഡെടുത്തു സ്പെയിന്. 25-ാമത്തെ മിനിറ്റ് ആകുമ്പോൾ 2-0. ഇടവേള സമയത്ത് 2-0 അവർ മുന്നിലാണ്. രണ്ടാം പകുതിയിലും അവരുടെ മുന്നേറ്റം തുടരുന്നു. 2 മിനിറ്റുകൾക്കിടയിൽ 2 ഗോളുകൾ 54-ാമത്തെ മിനിറ്റിലും 55-ാമത്തെ മിനിറ്റിലും ഗോളടിച്ച് സ്പെയിൻ 4-0 മുന്നിൽ. ഫ്രാൻസിനെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കി പിച്ചി ചീന്തി കടലിലെറിഞ്ഞ് മുന്നോട്ട് പോകുമോ സ്പെയിൻ എന്ന് തോന്നിയെങ്കിൽ തെറ്റി. തിരിച്ചടിക്കുന്നു ഫ്രാൻസ്. 59-ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ. സ്പെയിൻ വീണ്ടും അടിക്കുന്നു. 67-ാമത്തെ മിനിറ്റ് ആകുമ്പോൾ 5-1 സ്പെയിന് മുന്നിൽ. പിന്നീട് ഫ്രാൻസിൻ്റെ ഗോൾ വർഷം. 79-ാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോൾ അടിക്കുന്നു. 84-ാമത്തെ മിനിറ്റിൽ സ്കോർ ലൈൻ 5-3. ഇഞ്ചുറി ടൈമിൽ 5-4. ഓ ഓ 9 ഗോളുകളാണ് പിറന്നത്. പക്ഷേ സ്പെയിൻ വിജയിച്ച് കയറിയിരിക്കുന്നു. മികച്ച പ്രകടനം സൂപ്പർ താരങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടു. ചെർക്കിയുടെ അരങ്ങേറ്റം കുറഞ്ഞ സമയം മാത്രം കളിച്ച് 21-കാരൻ ഗോളും അസിസ്റ്റുമായിട്ട് മികവ് കാട്ടി. കിലിയൻ എംബാപ്പെ പെനാൽറ്റിയിലൂടെ ഒരു ഗോളടിച്ചു. ലാമിൻ യമാൽ ഇരട്ട ഗോളുകൾ സ്വന്തമാക്കി. അങ്ങനെ എല്ലാവരും സൂപ്പർ താരങ്ങളും ഇന്നും പ്രകടനം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ കളിയിൽ ഫ്രാൻസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ഡിസേർഡുവും ഒലീസയും ഡംബലയും കിലിയൻ എംബാപ്പയും ഒക്കെയാണ് ഒരുമിച്ചിറങ്ങിയതെങ്കിൽ മറുഭാഗത്ത് ഓയർസബാളും ലാമിൻ യമാലും നിക്കോ വില്യംസും ചേർന്നുകൊണ്ടാണ് സ്പെയിനിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. 22-ാമത്തെ മിനിറ്റിൽ തന്നെ നിക്കോ വില്യംസിലൂടെ സ്പെയിൻ മുന്നിലെത്തി കഴിഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ മെറിനോയുടെ ഗോൾ കൂടി വന്നപ്പോൾ മത്സരം 25 മിനിറ്റിലെത്തുമ്പോഴേക്കും സ്പെയിൻ 2-0 മുന്നിൽ. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അവർ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ ലാമിൻ യമാൽ 54-ാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ അവരുടെ ലീഡ് 3ആക്കി. തൊട്ടു പിന്നാലെ പെഡ്രിയുടെ ഗോൾ കൂടി വന്നപ്പോൾ 55 മിനിറ്റിൽ 4-0 സ്പെയിൻ അതാ മുന്നിൽ. എന്നാൽ തിരിച്ചടിക്കുന്നു ഫ്രാൻസ്. എംബാപ്പയുടെ പെനാൽറ്റി ഗോൾ 59-ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ മടക്കാൻ അവരെ സഹായിച്ചു. എന്നാൽ യമാൽ വീണ്ടും ഗോൾ അടിക്കുന്നു. 67-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ബ്രേസ് പൂർത്തിയാക്കിയപ്പോൾ 5-1 സ്പെയിന് മുന്നിലായിരുന്നു. പിന്നീട് റയാൻ ചെർക്കി യുവതാരം അരങ്ങേറ്റത്തിൽ ഗോൾ അടിക്കുന്നു. 79-ാമത്തെ മിനിറ്റിലാണ് ആ ഗോൾ വന്നത്. അതിനുശേഷം വിവിയൻ്റെ ഓൺ ഗോൾ പിറക്കുന്നു. ഒടുവിൽ അവസാന ഘട്ടത്തിൽ രണ്ടാൽ കൊലമുവാനി കൂടി ഗോൾ അടിച്ചപ്പോൾ സ്കോർ ലൈൻ 5-4. ഓ എന്തൊരു പോരാട്ടമായിരുന്നു അത്. പക്ഷേ ഒടുവിൽ ഫ്രാൻസ് വീണിരിക്കുന്നു. സ്പെയിൻ ഇതാ യുവേഫ നേഷൻസ് ലീഗിൻ്റെ ഫൈനലിൽ പോർച്ചുഗലിനെ നേരിടാൻ യോഗ്യത നേടിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് 28.